ഭൂരിഭാഗം പേരും ചായപ്രേമികളാണ്. അതേപോലെ തന്നെ ചില കുട്ടികൾക്കും ചായയോട് വളരെ കമ്പമായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളെ കുട്ടികൾക്ക് ചായ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ടീ പൗഡറിൽ മെയിനായിട്ട് കഫീൻ ഉണ്ട്, അതേപോലെ തന്നെ ടാനിനും ഉണ്ട്. ഈ കഫീന് ബ്ലാക്ക് ടീയിൽ ഒരു 40 മുതൽ 50 mgയും അതേപോലെ തന്നെ ഗ്രീൻ ടീയിൽ 20 മുതൽ 30 mg, ഐസ്ഡ് ടീയിൽ 14 മുതൽ 40 mg വരെയുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള സേഫ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 mg ആണ്. അതായത് ഒരു സിപ്പാണ് കുട്ടികൾക്കുള്ള കഫീൻ്റെ സേഫ് ലിമിറ്റ്. കുട്ടികൾ ചായ കുടിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ചായയിൽ കഫീൻ ഉള്ളതുകൊണ്ട് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇറിറ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ് ഇതെല്ലാം ഉണ്ടാവും. അതേപോലെ ടാനിൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫുഡ് എന്നുള്ള അയണിൻ്റെ അബ്സോർപ്ഷൻ ബ്ലോക്ക് ആവും. അപ്പോൾ അനീമിയ വരും. അതേപോലെ സ്റ്റൊമക്കിൽ ഇറിറ്റബിലിറ്റി, സിങ്കിൻ്റെ അബ്സോർപ്ഷൻ, കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇതിലെല്ലാം ഒരു ബ്ലോക്കേജ് വരും. കുട്ടികൾ ടീയോട് വളരെയധികം അഡിക്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ വെള്ളം, പിന്നെ ഒരു 1.5 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് പാല്, ഈ രീതിയിൽ കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് 12 വയസ്സ് വരെ ചായ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്.